Here I come. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയുടെ മകനായ ദുൽഖർ സൽമാനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും സ്നേഹത്തോടെ DQ എന്ന് വിളിക്കുന്ന ദുൽഖർ സൽമാനെ കുറിച്ച്. അദ്ദേഹം ചെറുപ്പം മുതലേ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളൊരു മനുഷ്യനായിരുന്നു. നമ്മുടെ മമ്മൂക്കയുടെ അനിയന്റെ മകനായ മക്ബൂൽ സൽമാൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ ചെറിയ ക്യാമറയൊക്കെ ആയിട്ട് വന്ന് വീഡിയോ എടുത്ത് അഭിനയിച്ച് നോക്കലൊക്കെയായിരുന്നു DQന്റെ അവന്റെ പണി, മക്ബൂലിന്റെ എല്ലാം പണിയെന്നും. അതുപോലെ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ GI ജോ എന്ന് പറയുന്ന ഒരു അഡ്വർടൈസ്മെന്റിലൊക്കെ അഭിനയിക്കുകയുണ്ടായി. പിന്നീട് പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒതുങ്ങി മമ്മൂക്കയ്ക്ക് മകനെ സിനിമയിലോട്ട് കൊണ്ടുവരാൻ വലിയ താല്പര്യവും ഇല്ല. പിന്നെ മമ്മൂക്കയുടെ കെയർ ഓഫിലും സിനിമയിൽ വരണമെന്നൊരു താല്പര്യം മമ്മൂക്കയ്ക്ക് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നീട് ബാലതാരമായിട്ട് അങ്ങനെ ഒന്നും ദുൽഖറിനെ സിനിമയിലോട്ട് നമ്മൾ കണ്ടിട്ടില്ല. ശേഷം പിന്നെ നമ്മൾ അറിയുന്നത് ദുൽഖർ ചെറിയ രീതിയിലുള്ള ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിരുന്നു. അത് കുറെയൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആയിരുന്നു. നമുക്ക് ഈ അശ്വിൻ കുമാരു ദുൽഖർ ഒക്കെ ആയിട്ട് ഒരു ഷോർട്ട് ഫിലിം ഈ അടുത്ത് വരെ യൂട്യൂബിൽ അവൈലബിൾ ആയിരുന്നു. ഇപ്പൊ റിമൂവ് ആയി. അശ്വിൻ കുമാരു എന്ന് പറഞ്ഞാൽ നമ്മുടെ മങ്കാത്തയില് അജിത്തിന് പകരം കൊല്ലില്ലേ അവൻ, ഈ പൊന്നിയിൻ സെൽവത്തിലൊക്കെ ഉണ്ടാവും. അപ്പൊ അവനൊക്കെ ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഇപ്പൊ അതെല്ലാം റിമൂവ് ആയി. അതിനുശേഷം നമ്മൾ അറിയുന്നത് 2009 ഋതു എന്ന് പറയുന്ന സിനിമയിൽ ദുൽഖർ സൽമാൻ അഭിനയിക്കും എന്നായിരുന്നു. ശ്യാമപ്രസാദ് ആയിരുന്നു ഇതിന്റെ സംവിധാനം. ആസിഫ് അലിക്ക് പകരമാണോ നിഷാന് പകരമാണോ എന്ന് അറിയില്ല. ആ സിനിമയിൽ അഭിനയിക്കുന്നതായിരുന്നു പിന്നീട് നമ്മളൊരു ന്യൂസ് കേട്ടായിരുന്നത്. പിന്നീട് അത് നടന്നില്ല. അതിന് പകരം നിഷാനും ആസിഫ് അലിയും ഒക്കെ മലയാള ഇൻഡസ്ട്രിയിലോട്ട് വന്നു. പിന്നീട് നമ്മൾ ദുൽഖറിനെ കാണുന്നത് 2011 അദ്ദേഹത്തിന്റെ വിവാഹ സമയത്താണ്. അതൊരു വലിയ ചടങ്ങും വലിയ വാർത്തയൊക്കെ ആയിരുന്നു. അന്നാണ് ദുൽഖറിനെ നമ്മളൊരു ഫുൾ ഫിഗറിൽ ഒരു ഒറ്റ സ്ട്രെച്ചിലൊക്കെ കാണുന്നത്. അതിനുശേഷം പിന്നെ ദുൽഖർ സിനിമയിലോട്ട് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ 2012 എല്ലാവരും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സെക്കൻഡ് ഷോ എന്ന സിനിമയിലൂടെ അദ്ദേഹം സിനിമയിലേക്ക് വരികയാണ്. പുതിയ സംവിധായകനായ ശ്രീനാഥ് രാജേന്ദ്രനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. എല്ലാം പുതുമുഖങ്ങളായിരുന്നു ആ സിനിമയിൽ. ചുരുക്കം ചിലരെയൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു ആ സിനിമയിൽ. ആ വർഷം തന്നെ അദ്ദേഹത്തിന്റെ ഉസ്താദ് ഹോട്ടൽ റിലീസായത്. അൻവർ റഷീദ് ആയിരുന്നു സംവിധാനം. അതൊരു വലിയ വിജയം തന്നെയായിരുന്നു. ഇപ്പോഴും നമ്മൾ റിപ്പീറ്റ് അടിച്ച് കാണുന്ന സിനിമകളിൽ ഒന്നാണ് ഉസ്താദ് ഹോട്ടൽ. അതുപോലെ തീവ്രം, അത് മാത്രമാണ് കുറച്ചൊരു ആവറേജിൽ ഒതുങ്ങിയത്. അത് അതിന്റെ ടെക്നിക്കൽ മിസ്റ്റേക്ക് കൊണ്ടാണ് ആ സിനിമ ഫ്ലോപ്പ് ആയി എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം നല്ലൊരു കഥയായിരുന്നു ആ സിനിമ. ഒരു വലിയ ദൃശ്യമൊക്കെ പോലെ ഒരു വലിയ വിജയം തന്നെ ആവേണ്ട സിനിമയായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് ആ സിനിമ ഒരു ആവറേജിൽ ഒതുങ്ങി പോവുകയായിരുന്നു. 2013 അദ്ദേഹം ഒരു 4 സിനിമകളിൽ അഭിനയിച്ചു. അദ്ദേഹത്തിന്റെ വരവ് അറിയിപ്പിച്ചു. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നടനായി മാറി. അന്ന് 2013 അദ്ദേഹത്തിന്റെ 4 സിനിമകളാണ് റിലീസായത്. ABCD, 5 സുന്ദരികൾ, അതുപോലെ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, പട്ടം പോലെ. ഇതിൽ ABCD ഒരു വലിയ വിജയം തന്നെയായിരുന്നു. അദ്ദേഹം ആ സിനിമയിൽ പാടുകയും ചെയ്തു. പാടാനും അറിയാവുന്ന ആ പാടിയ പാട്ട് വലിയ ഹിറ്റും ആവുകയും ചെയ്തു. അതിനുശേഷം 5 സുന്ദരികളിൽ കുള്ളന്റെ ഭാര്യ എന്ന് പറയുന്ന സിനിമ പോർഷൻ അദ്ദേഹം ചെയ്തത്, ചെറുകഥയാണ് അദ്ദേഹം ചെയ്തത്. അത് അമൽ നീരദ് ആയിരുന്നു സംവിധാനം. അതിൽ അമൽ നീരദിന്റെ ഒരു വ്യത്യസ്തമായ ഒരു സംവിധാനമായിരുന്നു സിനിമയിൽ. അപ്പൊ കൂടുതൽ അദ്ദേഹം ആക്ഷൻ ചെയ്യുന്ന സംവിധായകനാവുള്ളൂ. പക്ഷെ ഇതിൽ മാത്രം അദ്ദേഹം വേറൊരു രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് നടത്തിയത്. അതിനുശേഷം നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, അതൊരു വലിയ ഗംഭീര സിനിമ തന്നെയായിരുന്നു. പക്ഷെ അത് റിലീസായത് നമ്മുടെ മെമ്മറീസിലൊപ്പമായിരുന്നു. മെമ്മറീസ് ഒരു വലിയ വിജയമായതുകൊണ്ട് ഈ സിനിമ ആദ്യം അങ്ങനെ ശ്രദ്ധിക്കാതെ പോവുകയും പിന്നീട് ടോറന്റിൽ അത് വലിയൊരു ഹിറ്റാവുകയും പിന്നീട് ഇതൊരു റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയായി മാറുകയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബുള്ളറ്റ് വിറ്റുപോകാൻ കാരണമായ ഒരു സിനിമയും ഏറ്റവും കൂടുതൽ ആളുകൾ സോളോ ഡ്രൈവും അല്ലാതെ ട്രിപ്പ് മൈൻഡ് ഒക്കെ മനസ്സിലോട്ട് വന്നൊരു സിനിമ കൂടിയായിരുന്നു നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. പട്ടം പോലെ നമ്മുടെ അഴകപ്പൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. പക്ഷെ ഈ ദുൽഖറിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒന്ന് പട്ടം പോലെ എന്ന് പറയുന്ന സിനിമയിൽ കിട്ടിയില്ല. അതൊരു ലവ് സ്റ്റോറി ആയിരുന്നു. അതൊരു വലിയ വിജയമായില്ല. ഒരു ആവറേജ് അതിൽ തന്നെ ഒതുങ്ങി. പക്ഷെ 2014 അദ്ദേഹത്തിന്റെ ഇറങ്ങുന്നത് 5 സിനിമകളാണ്. ഒന്ന് സലാല മൊബൈൽസ്, വായ്മൂടി പേസ് എന്ന് പറഞ്ഞ തമിഴ് സിനിമ. അദ്ദേഹം ആദ്യമായി തമിഴ് സിനിമയിലും അഭിനയിച്ചു. അതിനുശേഷം ബാംഗ്ലൂർ ഡേയ്സ്, വിക്രമാദിത്യൻ, ഞാൻ എന്നീ 5 സിനിമകളാണ് ചെയ്തത്. സലാല മൊബൈൽസ് നെസ്രിയക്കൊപ്പം ചെയ്ത ആദ്യത്തെ സിനിമയാണ്. അതൊരു ആവറേജിൽ ഒതുങ്ങി. വായ്മൂടി പേസുവ എന്ന് പറഞ്ഞ നെസ്രിയക്കൊപ്പം തന്നെ തമിഴിലൊരു സിനിമ ചെയ്തു. അതും ഫ്ലോപ്പായിരുന്നു. ശേഷം ബാംഗ്ലൂർ ഡേയ്സിൽ തിരിച്ചു വന്നു. ഇതിന്റെ ഒപ്പം നമുക്ക് ഫഹദ് ഫാസിൽ, നിവിൻ പോളി എല്ലാം ബാംഗ്ലൂർ ഡേയ്സിൽ ഉണ്ടായിരുന്നു.
എസ്രിയക്കൊപ്പം ദുൽഖർ ചെയ്ത സിനിമകളിൽ ഏറ്റവും വലിയ വിജയം വന്ന ഒരു സിനിമയായിരുന്നു ബാംഗ്ലൂർ ഡേയ്സ്. അഞ്ജലി മേനോനായിരുന്നു സംവിധാനം, അൻവർ റഷീദ് ആയിരുന്നു ഇതിന്റെ പ്രൊഡ്യൂസർ. അതിനുശേഷം വിക്രമാദിത്യൻ ലാൽ ജോസിന്റെ ഒപ്പം ചെയ്തു. ഉണ്ണിമുകുന്ദനും ദുൽഖർ സൽമാനും മെയിൻ റോളിൽ ചെയ്ത സിനിമയായിരുന്നു. അതിൽ നമ്മുടെ നിവിൻ പോളി ഒരു ക്യാമിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ സിനിമയും ഒരു വലിയ വിജയം തന്നെയായിരുന്നു. അതിനുശേഷം ഞാൻ എന്ന് പറഞ്ഞ രഞ്ജിത്തിന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചു. അതൊരു ഫ്ലോപ്പ് സിനിമയായിരുന്നു. പിന്നെ 2015 അദ്ദേഹത്തിന്റേതായിട്ട് ഇറങ്ങിയത് 3 സിനിമകളായിരുന്നു. ഒരു തമിഴും 2 മലയാളം. അതിൽ ആദ്യത്തെ 100 ഡേയ്സ് ഓഫ് ലവ് ആയിരുന്നു. അതൊരു ആവറേജിൽ ഒതുങ്ങിയ ഒരു വ്യത്യസ്തമായ ഒരു ലവ് സ്റ്റോറി ആയിരുന്നു 100 ഡേയ്സ് ഓഫ് ലവ്. ജെനിയൂസ് മുഹമ്മദ് ആയിരുന്നു ഇത് സംവിധാനം ചെയ്തത്. പിന്നീട് മണിരത്നത്തിന്റെ ഓ കാതൽ കണ്ണൻ, അത് തമിഴ്നാട്ടിലെ ദുൽഖറിന്റെ സ്റ്റാർ ആക്കിയ സിനിമയായിരുന്നു. ഒരു വലിയ വിജയം തന്നെ നേടിയ സിനിമയായിരുന്നു. അതിനുശേഷം ദുൽഖറിന്റെ റിലീസായത് ചാർലി എന്ന് പറയുന്ന മലയാള സിനിമയായിരുന്നു. നമ്മുടെ ABCDക്ക് ശേഷം ഒരേ സംവിധാനം വെച്ച് രണ്ടാമത് ചെയ്ത സിനിമയായിരുന്നു ചാർലി. ഇതിന്റെ പ്രൊഡ്യൂസർ ജോർജ് ജോർജ് ആയിരുന്നു. ഈ സിനിമ ഒരു ട്രെൻഡ് തന്നെയായിരുന്നു. ഒരു വേറെ മൂഡിലോട്ട് കൊണ്ടുവന്ന സിനിമയായിരുന്നു. മൂന്നാറൊക്കെ അതും വട്ടവടയൊക്കെ ട്രെൻഡാക്കിയ ഒരു സിനിമയായിരുന്നു. അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് ഈ സിനിമയിലൂടെ ലഭിച്ചു. അതിനുശേഷം 2016 അദ്ദേഹത്തിന്റേതായിട്ട് റിലീസായത് 3 സിനിമകളായിരുന്നു. അതിലൊന്ന് കലി, 2 കമ്മട്ടിപ്പാടം, 3 ആൻമറി കളിപ്പിലാണ്. അതിൽ കലി ഒരു സമീർ തായറായിട്ട്, അതായത് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിക്ക് ശേഷം സമീർ തായറായിട്ട് വീണ്ടും ചെയ്ത ഒരു സിനിമയായിരുന്നു കലി. കലി ഒരു ഹിറ്റ് സിനിമയായിരുന്നു. കമ്മട്ടിപ്പാടം ആ വർഷത്തെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. രാജീവ് രവി ആയിരുന്നു സംവിധാനം, ഗീതു മോഹൻദാസിന്റെ ഭർത്താവ്. അതിനുശേഷം ആൻമരിയ കലിപ്പിലാണ്, അത് മിഥുൻ മാനുവൽ തോമസ് ആയിരുന്നു. പക്ഷെ അതൊരു ക്യാമിയോ റോളായിരുന്നു ആൻമരിയ കലിപ്പിലാണെന്ന്. അതിൽ കമ്മട്ടിപ്പാടം, അത് മൂന്നും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വിജയം നേടിയ സിനിമകളായിരുന്നു 2016. 2017 അദ്ദേഹത്തിന്റേതായിട്ട് ഇറങ്ങിയത് 4 സിനിമകളായിരുന്നു. അതിൽ ജോമോന്റെ സുവിശേഷങ്ങൾ, CIA, സോളോ, പിന്നെ പറവ എന്ന് പറഞ്ഞ 4 സിനിമകളായിരുന്നു അദ്ദേഹത്തിന്റെ റിലീസായത്. ഇതിൽ ജോമോന്റെ സുവിശേഷങ്ങൾ സംവിധാനം ചെയ്തത് സത്യൻ അന്തിക്കാടായിരുന്നു. സത്യൻ അന്തിക്കാട് ആദ്യമായിട്ട് ചെയ്തൊരു സിനിമയായിരുന്നു ജോമോന്റെ സുവിശേഷങ്ങൾ. അതൊരു വലിയ വിജയം തന്നെയായിരുന്നു. സഞ്ചിസുന്ദരികൾക്ക് ശേഷം ദുൽഖറും അമൽ നീരദും ഒന്നിച്ച സിനിമ കൂടിയായിരുന്നു CIA. അതും ഒരു ഹിറ്റ് സിനിമയായിരുന്നു. ശേഷം സോളോ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ദുൽഖർ അഭിനയിച്ചത്. ഡിജോയ് നമ്പ്യാരായിരുന്നു ഈ സിനിമയുടെ സംവിധായകൻ. ഈ സിനിമ ഒരു വലിയ ഡിസാസ്റ്റർ ആയിരുന്നു. ദുൽഖറിനെ തളർത്തിക്കളഞ്ഞ സിനിമ എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹം ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടിരുന്നു, സോറിയൊക്കെ ചോദിച്ച്. പക്ഷെ അതിന് പുറകെ തന്നെ സൗബിൻ സാർ സംവിധാനം ചെയ്ത പറവ എന്ന സിനിമയിലും ദുൽഖർ അഭിനയിച്ചിരുന്നു. അതൊരു വലിയ വിജയമായിരുന്നു. പക്ഷെ ദുൽഖറിന് ഇതൊരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളായിരുന്നു. അദ്ദേഹം കുറച്ച് സീനിലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അത് പൂർണ്ണമായും ദുൽഖറിന്റെ സിനിമ എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ അതൊരു വലിയ വിജയം തന്നെയായിരുന്നു ആ സിനിമ. അതിനുശേഷം അദ്ദേഹം മലയാളത്തിൽ നിന്ന് തൽക്കാലം വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നൊക്കെ ഓഫർ വന്നു. അപ്പൊ തൽക്കാലം ഇനി കുറച്ചാൾ അതൊക്കെ ചെയ്യാന്ന് കരുതി 2018 മഹാനടി എന്ന സിനിമ തെലുങ്കിൽ ചെയ്തു. നമ്മുടെ നാഗ അശ്വിനാണ് സംവിധാനം. കൽക്കിയൊക്കെ ചെയ്തില്ലേ ഇപ്പൊ പ്രഭാസിനെ വെച്ച്, അങ്ങനത്തെ സിനിമയായിരുന്നു മഹാനടി. അത് അവിടെ ഒരു വലിയ വിജയം നേടി. ദുൽഖറിനെ അത്യാവശ്യം തെലുങ്കിലെല്ലാം ആളുകൾ അറിഞ്ഞു തുടങ്ങി. കാരവൻ എന്ന് പറഞ്ഞ ഒരു സിനിമ ഹിന്ദിയിലും ചെയ്തു. അത് ഇർഫാൻ ഖാനൊക്കെ ഉള്ളൊരു സിനിമയായിരുന്നു. അത് വലിയൊരു ഫ്ലോപ്പായിരുന്നു. അതിനുശേഷം 2019 ദുൽഖർ മലയാളത്തിലോട്ട് തിരിച്ചു വന്നു. ഒരു യമണ്ടൻ പ്രേമകഥ സിനിമ ചെയ്തു. അതൊരു ഹിറ്റ് സിനിമയായിരുന്നു. കുറച്ചുകൂടെ അതിന്റെ ക്ലൈമാക്സ് ഒക്കെ നന്നാക്കിയായിരുന്നെങ്കിൽ അത് വലിയ വിജയം തന്നെയായിരുന്നു. അത് ഒരു 80% നല്ല രീതിയിൽ വന്നിട്ട് ക്ലൈമാക്സിൽ നശിപ്പിച്ചു കളഞ്ഞൊരു സിനിമയായിരുന്നു. പക്ഷെ എന്നാലും അതൊരു വലിയ വിജയമായിരുന്നു സിനിമ. അതിനുശേഷം ഹിന്ദിയിൽ സോയ ഫാക്ടർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതും ഹിന്ദിയിൽ പിന്നെയും ഒരു ഫ്ലോപ്പ് അടിച്ചു. അങ്ങനെ 2 സിനിമകളാണ് ദുൽഖറിന്റെ 2019 ഇറങ്ങിയത്. അതിൽ ദുൽഖറിന്റെ 2020 ഇറങ്ങിയത് 3 സിനിമകളായിരുന്നു. വരനെ ആവശ്യമുണ്ട്, കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ, മണിയറയിലെ അശോകൻ അദ്ദേഹം ഒരു ഗസ്റ്റ് റോളായിരുന്നു. വരനെ ആവശ്യമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വലിയ വിജയമായിരുന്നു. അനൂപ് സത്യനായിരുന്നു സംവിധാനം. സത്യൻ അന്തിക്കാടിന്റെ മകൻ. അത് ദുൽഖറിന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ സിനിമ കൂടിയായിരുന്നു. വേഫാറഫ് ഫിലിംസിന്റെ, നമ്മുടെ സുരേഷ് ഗോപി ഇറക്കാൻ വന്ന സിനിമ കൂടിയായിരുന്നു. അതിനുശേഷം കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ എന്ന് പറഞ്ഞ സിനിമ തമിഴിൽ ചെയ്തു. അവിടെ അതൊരു വലിയ വിജയമായി. കാതൽ കൺമണിക്ക് ശേഷം കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ അദ്ദേഹത്തിന്റെ വലിയ ഹിറ്റ്. ദുൽഖറിന് ഏകദേശം തമിഴിൽ നല്ലൊരു എമൗണ്ട് ഫാൻസ് വന്ന സിനിമ കൂടിയായിരുന്നു ഇത്. അതിനുശേഷം മണിയറയിലെ അശോകൻ ദുൽഖറിന്റെ വേഫാറഫ് ഫിലിംസ് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ അതൊരു ഫ്ലോപ്പ് സിനിമയായിരുന്നു. പിന്നെ 2021 അദ്ദേഹത്തിന്റെ ആകെ ഒരു സിനിമയാണ് റിലീസായത്, കുറുപ്പ്.
അതൊരു വലിയ വിജയം തന്നെയായിരുന്നു. കുറുപ്പിനെ കുറിച്ച് അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു വിന്റേജ് സിനിമയായിരുന്നു. പക്ഷെ അത് വലിയ വിജയം തന്നെയായിരുന്നു. ഒരു റിയൽ സ്റ്റോറി ആസ്പദമാക്കി ഇറങ്ങിയ സിനിമയൊക്കെ ആയിരുന്നു. പിന്നെ 2022 ഒരു പ്രത്യേകതയുണ്ട്. ദുൽഖറിന്റെ 2022 4 ഭാഷകളിൽ 4 സിനിമ ഇറങ്ങിയിരുന്നു. ഒന്ന് ഹേയ്സിനാമിക തമിഴിൽ, അത് ബൃന്ദ മാസ്റ്റർ ആയിരുന്നു ഡയറക്ഷൻ. പക്ഷെ ആ സിനിമ ഒരു ഫ്ലോപ്പ് ആയിരുന്നു. അതിൽ പക്ഷെ ഇപ്പൊ സീനുകളെല്ലാം യൂട്യൂബിലും ഫേസ്ബുക്കിലും കിടന്ന് കളിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ സെല്യൂട്ട്, റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്തത് സെല്യൂട്ട് ആയിരുന്നു. അത് വേഫാറർ ഫിലിംസ് തന്നെയായിരുന്നു പ്രൊഡക്ഷൻ. സിനിമ OTT-ലായിരുന്നു റിലീസ് ആയത്. അതും ഒരു ഗംഭീര അഭിപ്രായം നേടിയ സിനിമയായിരുന്നു. പിന്നെ സീതാരാമം തെലുങ്കില്, അത് പിന്നെ പറയാനില്ലല്ലോ. തെലുങ്കില് ദുൽഖറിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയ സിനിമ സീതാരാമമാണ്. ഒരു വലിയ ഹിറ്റ് തന്നെയായിരുന്നു ആ സിനിമ. 50 കോടിക്കടുത്ത് കളക്ഷൻ നേടിയ ഒരു സിനിമയായിരുന്നു. അതിനുശേഷം ഹിന്ദിയിൽ പോയി ചുപ്പ് എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു. അതും ഒരു ആവറേജ് സിനിമയാണെങ്കിലും അദ്ദേഹത്തിന് ഒരു ബെസ്റ്റ് നെഗറ്റീവ് റോളിനുള്ള അവാർഡൊക്കെ കിട്ടിയ സിനിമയായിരുന്നു. അദ്ദേഹത്തിന് ഹിന്ദിയിൽ അത്യാവശ്യം തുടങ്ങിയ ഒരു സിനിമയായിരുന്നു ചുപ്പ്. അതിനുശേഷം 2023 ദുൽഖറിന്റെ വലിയൊരു ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു കിങ് ഓഫ് കൊത്ത. അഭിലാഷ് ജോഷി ആയിരുന്നു ഇതിന്റെ സംവിധാനം, നമ്മുടെ ജോഷിയുടെ മകൻ. പക്ഷെ പടം കട്ട ഫ്ലോപ്പായിരുന്നു. കട്ട ഫ്ലോപ്പ് ആണെങ്കിലും പടത്തിന്റെ റൈറ്റ്സ് ഒക്കെ നെറ്റ്ഫ്ലിക്സ് എടുത്തത് വലിയൊരു എമൗണ്ടിനായിരുന്നു. ഇത് സാമ്പത്തികമായുള്ള നഷ്ടമൊന്നും ഉണ്ടായിക്കാണില്ല. പക്ഷെ പടം ജനങ്ങൾക്കിടയിൽ വലിയ നഷ്ടമായിരുന്നു. ഒരുപാട് മിസ്റ്റേക്കുള്ള ഒരു സിനിമയായിരുന്നു. മ്യൂസിക് ഒരു വഴിക്ക്, ദുൽഖർ ഒരു വഴിക്ക്, ജെക്സ് ബിജോയൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിലും അത് വലിയൊരു, അതിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് ശരിക്കും നല്ലത്. പിന്നെ 2024 2 സിനിമകളാണ് അദ്ദേഹത്തിന്റെ ഇറങ്ങിയത്. അത് മലയാളത്തിലല്ല, 2 തെലുങ്കിൽ തന്നെയാണ് റിലീസായത്. കൽക്കിയും ലക്കി ഭാസ്കറും. കൽക്കിയിൽ ഒരു ഗസ്റ്റ് റോൾ ആയിരുന്നു. നാഗശ്വനാണ് ഇതിന്റെ സംവിധാനം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ തെലുങ്ക് സിനിമയായ മഹാനടി സംവിധാനം ചെയ്തത് നാഗശ്വനായിരുന്നു. ശേഷം ലക്കി ഭാസ്കർ, വെങ്കിട്ട് അല്ലൂരിയാണ് ഇതിന്റെ സംവിധാനം. ലക്കി ഭാസ്കറിനെ കുറിച്ച് നമ്മൾ അധികം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ദുൽഖറിന്റെ ആദ്യത്തെ 100 കോടി സിനിമയായിരുന്നു തെലുങ്കില്. അത് വലിയൊരു വിജയവും തന്നെയാണ്. ദുൽഖറിനെ അവിടെ ഒരു സ്റ്റാർ ആക്കി മാറ്റിയ ഒരു സിനിമ കൂടിയായിരുന്നു ലക്കി ഭാസ്കർ. 2025 അദ്ദേഹത്തിന്റേതായിട്ട് ഇറങ്ങിയത് 3 സിനിമയായിരുന്നു. ലോക ചാപ്റ്റർ 1, കാന്ത, ചാമ്പ്യൻ. അതിൽ ലോക ചാപ്റ്റർ 1 ഡൊമിനിക് അരുണാണ് സംവിധാനം ചെയ്തത്. വേഫാറർ ഫിലിംസ് തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത്. ദുൽഖറിന് ഒരു ഗസ്റ്റ് റോൾ ആയിരുന്നു. പക്ഷെ അത് മലയാളത്തിൽ അന്നത്തെ വരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്ത് 300 കോടി കളക്ഷൻ നേടിയ സിനിമയായിരുന്നു. ബിസിനസ് അല്ല, കളക്ഷൻ നേടിയ സിനിമയായിരുന്നു ലോക ചാപ്റ്റർ 1. ശേഷം കാന്ത എന്ന് പറയുന്ന തമിഴ് സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു. അതും ഒരു ആവറേജിൽ ഒതുങ്ങി. ഒരു നല്ല അഭിപ്രായമൊക്കെ കിട്ടിയ സിനിമയായിരുന്നു. പക്ഷെ എല്ലാവർക്കും അതൊന്ന് കണ്ടിരിക്കാനും ആ രീതിയിലുള്ള ഒരു സിനിമയൊന്നും, ഇപ്പൊ ഒരു വിന്റേജ് സിനിമ ഇറക്കിയത് കുറച്ച് ആക്ഷനൊക്കെ ആണെങ്കിൽ ആൾക്കാർ കണ്ടിട്ടുള്ളൂ. കഥയൊന്നും അങ്ങനെ ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കുന്നില്ല. അപ്പൊ ആ സിനിമ ഒരു ആവറേജിൽ ഒതുങ്ങി. അതിനുശേഷം ചാമ്പ്യൻ എന്ന് പറയുന്ന തെലുങ്ക് സിനിമയിൽ അദ്ദേഹം ഒരു ഗസ്റ്റ് റോൾ അഭിനയിച്ചു. 2026 ഇനി അദ്ദേഹത്തിന്റേതായിട്ട് വരാനിരിക്കുന്ന സിനിമ അയാം ഗെയിം, നാസ് ഇതായിട്ട് സംവിധാനം അയാം ഗെയിം, ഒരു വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. ഈ ഓണത്തിനാണ് ഈ സിനിമയുടെ റിലീസ്. അതൊരു വലിയ വിജയം തന്നെ ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തെലുങ്കിൽ ഒരു സിനിമ റിലീസ് ആവാനുണ്ട്. ആകാശംലു ഒക്ക താര എന്ന് പറയുന്ന സിനിമ റിലീസ് ആവാനുണ്ട്. അതിൽ DQ41 എന്നിട്ട് ഇരിക്കുന്ന പൂജ ഹെജ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ. അത് ഷൂട്ടിംഗ് ഏകദേശം ഫസ്റ്റ് ഷെഡ്യൂളോ സെക്കൻഡ് ഷെഡ്യൂളോ എന്തോ പൂർത്തിയായിട്ടുണ്ട്. അതും ഒരു തെലുങ്ക് പടമാണ്. ഇങ്ങനെ 3 സിനിമകളാണ് ഇനി അദ്ദേഹത്തിന്റേതായിട്ട് വരാനിരിക്കുന്നത്. കൂടാതെ സൗബിൻ ഷായറായിട്ട് ഒരു സിനിമ അടുത്ത് തന്നെ വരുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ശേഷം കുറെ സിനിമകളൊക്കെ അദ്ദേഹത്തിന്റെ ചർച്ചയിലുണ്ട്. മലയാളത്തിൽ ഇനി അടുത്തത് സൗബിൻ ഷായറായിട്ടുള്ള സിനിമയായിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കാം. അപ്പൊ നമ്മുടെ ദുൽഖറിന്റെ അയാം ഗെയിം ഒരു ഗംഭീര അദ്ദേഹത്തിന് തിരിച്ചുവരവ് തന്നെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നിർത്തുന്നു. ബൈ.